നല്ലൊരു അടിപൊളി സസ്പെൻസ് ത്രില്ലർ കാണുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യത്തിൽ ടിക്കറ്റ് എടുത്ത് കയറിക്കോ. രേഖാചിത്രം, ആസിഫ് അലിയുടെ പുതിയ ഇറങ്ങിയിരിക്കുന്ന പടമാണ് രേഖാചിത്രം. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ. എനിക്ക് ഒരു തരത്തിലും ഒരു ഒരു ഒരിടത്തും ബോറടി ഫീലാതെ നന്നായി കൊണ്ടുപോയിരിക്കുന്ന നല്ലൊരു കഥ തന്നെയാണ് രേഖാചിത്രം. സസ്പെൻസ് ഒക്കെ അടിപൊളിയായിട്ട് എടുത്തിരിക്കുന്ന ഒരു പടമാണ്. സിദ്ദീഖ് ആണെങ്കിലും മനോജ് കെ ജെ ആണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വെറൈറ്റി കഥ തന്നെയാണ് ഈ പടത്തിനകത്ത് കാണിച്ചിരിക്കുന്നത്. സസ്പെൻസും നന്നായി ചെയ്തു, ബിഗിനിങ് ടു എൻഡ് അടിപൊളിയാണ്. ഈ ബോളിവുഡ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ മലയാളികളുടെ അതായത് മലയാള പടങ്ങൾ കണ്ടു പഠിക്കണം. അത് ആക്ഷൻ ആണെങ്കിലും സസ്പെൻസ് ആണെങ്കിലും എല്ലാം അടിപൊളി ചെയ്യാൻ പറ്റുന്നത്, അത് ലിമിറ്റഡ് ബഡ്ജറ്റിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇവന്മാര് കണ്ടുപഠിക്കണം. ഇപ്പൊ അതാ മറ്റേ മാംഗോ കുമാറിന്റെ ഒരു പടം വരുന്നുണ്ട്, സ്കൈ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട്, അക്ഷയ് കുമാറിൻ്റെത്. സെയിം എഗെയിൻ പാകിസ്ഥാൻ, ഇന്ത്യ, ഇതല്ലാണ്ട് ഇവന്മാരത് വേറെ ഒന്നുമില്ല. അതേസമയത്ത് നമ്മളെ മലയാളത്തിൽ ഒരു രക്ഷയില്ല. രേഖാചിത്രം ധൈര്യത്തിൽ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റും. അതുപോലെ AI യൂസേജ് പോലും ഈ പടത്തിനകത്ത് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും എനിക്ക് ബോറടി ഫീൽ ആയിട്ടില്ല. അതേപോലെ തന്നെ നിങ്ങൾക്കും ഫീൽ ആവില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ധൈര്യത്തിൽ ടിക്കറ്റ് എടുത്ത് കയറി കണ്ടോ. നല്ല പിക്ചറൈസേഷൻ, നല്ല കഥ, അടിപൊളി സസ്പെൻസ് നന്നായി കൊണ്ടുപോയിട്ടുണ്ട്. ആസിഫ് അലിയുടെ ബെസ്റ്റ് ടൈമാണ്. അതേപോലെ തന്നെ ചോയ്സ് ഓഫ് സ്ക്രിപ്റ്റും അടിപൊളി തന്നെയാണ്. അപ്പൊ രേഖാചിത്രം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു അടിപൊളി പടം തന്നെയാണ്.